ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ ഡിസംബർ 2024 എക്സാമിനുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 15 ആണ്. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളത് കിട്ടണമെന്നില്ല. പിന്നീട് വരുമ്പോൾ അത് വേറെ സ്ഥലങ്ങളിലായിരിക്കും, ദൂരെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കിട്ടുക. ഈ ഒരു സമയം തന്നെ പല കുട്ടികൾക്കുമുള്ള ഡൗട്ടാണ്, അതായത് ഈ ഒരു ഡിസംബറിലെ എക്സാം എഴുതാതിരുന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്തു അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് ഈ എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 200 റുപ്പീസാണ് തിയറി പേപ്പേഴ്സിന് വരുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ, അതായത് ഈ ഒരു ഫണ്ട് പേയ്മെൻറ്റ് ചെയ്ത പൈസ നമുക്ക് ഒരിക്കലും റീഫണ്ടായിട്ട് കിട്ടില്ല എന്ന് ആദ്യമേ പറയാം. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാം വരുമ്പോൾ, നെക്സ്റ്റ് സെഷനിൽ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരും. ഇനി എക്സാം സ്കിപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങൾ എപ്പോഴാണോ എല്ലാ എക്സാമും എഴുതി അത് ഫുള്ള് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അതായത് ഏത് ടൈമാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു ഇയറാണ് നിങ്ങളുടെ പാസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് 2 സെഷനിലായിട്ടാണ് എക്സാം നടക്കുന്നത്. അതായത് ജൂലൈ സെഷനും അതുപോലെ തന്നെ ജാനുവരി സെഷനിലുമായിട്ടാണ്. അതായത് ജാനുവരി സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസംബറിലാണ് അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിസംബറിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ജൂണിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ ഉള്ളത് നിങ്ങളുടെ കോഴ്സ് വാലിഡിറ്റിയെ കുറിച്ചാണ്. കോഴ്സ് വാലിഡിറ്റി കഴിയുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഈ ഒരു ഡിസംബർ എക്സാമാണ് അവർക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റുന്ന കോഴ്സ് വാലിഡിറ്റി ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇത്തവണ തന്നെ നിങ്ങൾ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ ഒരു എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിസംബറിൽ തന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എണ്ണം ഈ തവണ അറ്റൻഡ് ചെയ്ത് നെക്സ്റ്റ് സെഷനിൽ, അതായത് ജൂൺ സെഷനിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്